ഇപ്പം ഉദാഹരണത്തിന് വിശ്വാസത്തിൻ്റെ ആർഭാടം ദൈവം ചിലപ്പോൾ എടുത്ത് മാറ്റും. നല്ല കറക്റ്റ് വിശ്വാസം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വിശ്വാസത്തിൻ്റെ ആർഭാടം എടുത്ത് മാറ്റും, ഭൗതിക സാഹചര്യം എടുത്ത് മാറ്റും. ഇപ്പം പത്രോസ് ദേവാലയത്തിൽ പോകത്തില്ലേ, അതാ വിശ്വാസം അനാർഭാടമായിട്ടാണ് പോണത്. ദേവാലയത്തിൽ വിശ്വാസമുണ്ട്, ആ വിശ്വാസത്തിന് ആർഭാടമില്ലാതെയാണ് പത്രോസ് കയറി പോണത്. അപ്പോസ്തല പ്രവർത്തനം 3:6. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരും. അതാ, വെള്ളിയുമില്ല സ്വർണവുമില്ല, ഭൗതിക സാഹചര്യങ്ങളൊന്നുമില്ല. വിശ്വാസത്തിൻ്റെ കട്ടൻ ചായ കുടിക്കാൻ കാശ് ഞാൻ ഇന്നലെ പറഞ്ഞില്ല, അതാണ്. പക്ഷേ തനി വിശ്വാസം വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞ പോലെ പണ്ടിത് പഠിപ്പിച്ച ഇയാളാ. ഈ പത്രോസിനെ കർത്താവ് ഒരു മീൻ കരുനന്തനില്ലാത്ത കടലിൽ വലറിയാൻ പഠിപ്പിച്ചപ്പോഴും പത്രോസ് ഇത് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഈ കടലിൽ മീനില്ല, ഈ കടലിൽ കരുനന്തം പോലും ഇല്ല. അത് തന്നെയാണ് ഇപ്പം ഇയാൾ പറയണത്, പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല. അന്നും പുള്ളി കയ്യിലില്ലാഞ്ഞ കാര്യം പറഞ്ഞു, കടലില്ലാഞ്ഞ കാര്യമാണ് പറഞ്ഞത്. ഈ കടലിൽ കരുനന്തം പോലും ഇല്ല, വലിയ മീനുമില്ല, ചെറിയ മീനുമില്ല. എങ്കിലും നീ പറഞ്ഞതുകൊണ്ട് ഇവിടെ അതാണ് സംഭവിക്കുന്നത്. ഇവിടെയും വിശ്വാസത്തെ ഭൗതിക സാഹചര്യങ്ങൾ വെട്ടിമാറ്റിയിട്ട് അനാർഭാടമായിട്ട് ജീവിക്കേണ്ടി ഒരു അവസരം വന്നിരിക്കുകയാണ്. പറയുന്നത്, പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, പക്ഷേ എൻ്റെ കയ്യിലൊരാളുണ്ട്, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കാൻ. എന്തെല്ലാം സംഭവം ഉണ്ടായാലും, പണം പോയാലും ആരോഗ്യം പോയാലും, നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ പണം പോവും, നമ്മൾ കടക്കാരാവും, ചിലപ്പോൾ ആരോഗ്യം പോവും, പക്ഷേ ക്രിസ്തു ഒരിക്കലും പോകത്തില്ല. ഞാൻ പണ്ട് ഇതിനേക്കാൾ ആരോഗ്യവാനായിരുന്നു. എനിക്ക് ഭക്ഷണങ്ങളൊക്കെ പലതും അത്യവാണി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കിഡ്നിയുടെ കുറേ പ്രോബ്ലം ഉള്ളതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ. പക്ഷേ നോക്കിയേ, ചിലപ്പോൾ ആരോഗ്യം പോവും, പക്ഷെ ക്രിസ്തു പോകത്തില്ല. ഈ അനാരോഗ്യകരമായ സാഹചര്യത്തിലാണ് ഞാൻ ഈ 12 രാജ്യങ്ങളിൽ സുവിശേഷ വേല ചെയ്തിരിക്കുന്നത്.